ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ 2 എന്ന കമൽഹാസൻ ചിത്രം അടുത്ത മാസം 12-ന് റിലീസിന് ഒരുങ്ങുകയാണല്ലോ. നമ്മൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇന്ത്യൻ 2. മുംബൈയിൽ നടന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ കമൽഹാസനും ശങ്കറും ഒക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, ഈ കഥ ഒരു ഔട്ട് ഫാഷൻഡ് കഥയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കഥയെക്കുറിച്ച് കമൽഹാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്. കമൽഹാസൻ പറഞ്ഞത് 106 വയസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് കമൽഹാസൻ ഈ സിനിമയിൽ ഇന്ത്യൻ 2-ൽ അഭിനയിക്കുന്നത്. ഇനി കമൽഹാസൻ ഇത് 120 വയസ്സിൽ അഭിനയിച്ചാലും അദ്ദേഹം താല്പര്യത്തോടുകൂടി ഈ ചിത്രത്തിൽ അഭിനയിക്കുമായിരുന്നുവെന്ന് കമൽഹാസൻ പറഞ്ഞു. കൂടുതൽ ഈ സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ച് സംവിധായകനോട് ചോദിക്കുമെന്ന് കമൽഹാസൻ പറഞ്ഞ് ഒഴിഞ്ഞപ്പോൾ ശങ്കർ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ ശങ്കർ പറഞ്ഞത് 106 വയസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണല്ലോ ഇന്ത്യൻ 2-ൽ കമൽഹാസൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ 106 വയസ്സുള്ള വ്യക്തിക്ക് എങ്ങനെ ഇത്രയും ഭംഗിയായി ആയോധന കല സിനിമയിൽ കാണിക്കാൻ പറ്റും എന്ന് ഒരു ചോദ്യം ജേർണലിസ്റ്റ് ശങ്കറിനോട് ചോദിച്ചപ്പോൾ ശങ്കർ പറഞ്ഞത് 106 വയസ്സുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു എങ്കിൽ 120 വയസ്സുള്ള ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ചൈനയിൽ ഉള്ള ഒരു മാർഷൽ ആർട്സ് മാസ്റ്ററായിട്ടുള്ള ഒരു വ്യക്തി, ലൂസി ജിയോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ 120-ാം വയസ്സിലും മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അഭ്യസിക്കുന്നുമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരമാണ് ശങ്കറിൻ്റെ ഭാഗത്തു നിന്നും ജേർണലിസ്റ്റിന് കിട്ടിയത്. ശങ്കർ പറയുന്നത് കൃത്യമായ ഭക്ഷണ രീതിയും ചിട്ടയോടുകൂടിയുള്ള യോഗയും മെഡിറ്റേഷനും ഇത്തരത്തിലുള്ള ഈ മാർഷൽ ആർട്സ് ചെയ്യുന്ന ഈ വ്യക്തി ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കൃത്യമായ ചിട്ടയായ ജീവിതവും ഈ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള നമ്മുടെ ഒരു താല്പര്യവും നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ വയസ്സ് ഒരു കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ശങ്കർ ജേർണലിസ്റ്റിനോട് പറഞ്ഞത്. ഇന്ത്യൻ സിനിമയിൽ പറയുന്നത് സേനാപതിക്ക് 1918-ൽ ജനിച്ച ഒരു വ്യക്തിയാണ് സേനാപതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ 2-ലേക്ക് എത്തുമ്പോൾ സേനാപതിക്ക് 106 വയസ്സ്, 1918-ൽ ജനിച്ച ഒരു വ്യക്തിക്ക് 106 വയസ്സുണ്ടാവണം. അപ്പോൾ ഈ 106 വയസ്സുള്ള വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള വലിയ റിസ്ക്കുള്ള സംഘടന രംഗങ്ങളും അതുപോലെ തന്നെ ഗുണ്ടകളെ നേരിടലും ഇതെല്ലാം പറ്റുമോ എന്നുള്ളതാണ് ജേർണലിസ്റ്റിൻ്റെ ചോദ്യം. എന്തായാലും ശങ്കർ ഇത്തരത്തിലുള്ള ഒരു മറുപടി കൊടുത്ത് ജേർണലിസ്റ്റിനെ സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ശങ്കറിൻ്റെ ലോജിക്ക് ജേർണലിസ്റ്റിനോട് പറഞ്ഞത് നമുക്ക് വിശ്വസനീയമായ ഒരു കാര്യമാണ്. അത് കാര്യം ഈ 106 വയസ്സായ ഒരു മനുഷ്യന് ഇപ്പോൾ ഒരുപാട് പേര് വന്നാൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുമോ, സംഘടന നടത്താൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും ശങ്കർ അതിന് കൃത്യമായ മറുപടിയാണ് ജേർണലിസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ശങ്കറിൻ്റെ ലോജിക്ക് ജനങ്ങളിലേക്ക്, അതായത് കണ്ട് സിനിമ കാണുന്ന പ്രേക്ഷകരിലേക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ ശങ്കർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ലോജിക്ക് അവിടെ ഈ സംവിധായകൻ പറഞ്ഞത് കാര്യവും സിനിമയെ അവിടെ കണക്റ്റാം. എന്തായാലും ശങ്കർ എന്ന സംവിധായകൻ്റെ ഈ ഒരു വൻ ബഡ്ജറ്റ് ചിത്രം അടുത്ത മാസം റിലീസിന് വരുമ്പോൾ എന്തായാലും നമ്മൾ തിയേറ്ററിൽ ഇപ്പോൾ ഈ വർഷം തമിഴ് സിനിമയ്ക്ക് ഒരു മെഗാ ഹിറ്റ് എന്ന് പറഞ്ഞ് ഒന്നും പറയാൻ ഇതുവരെ ആയില്ല. കാര്യം 2024-ൽ റിലീസ് ചെയ്ത സിനിമകളൊന്നും തന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ള ഒരു ചീത്തപ്പേര് ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ വിജയം തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്.